ഹായ് ഓൾ, ഇവിടെ കാണുന്ന രീതിയിലുള്ള ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളിൻ്റെയും സമ്മ് 180 ആണെന്ന് കാണിക്കുന്ന ആപ്ലെറ്റുകൾ ജിയോജിബ്രയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ സിസ്റ്റത്തിലെ ജിയോജിബ്ര ഓപ്പൺ ചെയ്ത് ഓപ്ഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ലാബലിംഗ് എന്ന ഭാഗത്ത് പോയിട്ട് ന്യൂ പോയിന്റ്സ് ഓൺലി എന്ന ഭാഗം സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ഒബ്ജക്റ്റിൻ്റെ പോയിന്റ് മാത്രമേ കാണുള്ളൂ, അതിൻ്റെ പേരുകളൊന്നും വിസിബിൾ ആവുകയില്ല. ഓക്കെ, ഈ നമ്മൾ പോളിഗൺ ടൂൾ സെലക്ട് ചെയ്യുന്നു, എന്നിട്ടൊരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്നു. നോക്കൂ, ട്രയാങ്കിളിലെ 3 ആംഗിൾ നമുക്ക് ചേർത്ത് വെച്ചിട്ട് ഒരു സെമി സർക്കിൾ അകത്ത് എത്തിച്ചിട്ട് 3ന്റെ സം 180 എന്ന് കാണിക്കണം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് 3 ആംഗിൾ ഇവിടെ മേക്ക് ചെയ്യുന്നു. അതിന് എളുപ്പത്തിൽ മേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, പോയിന്റ് ടൂൾ ഉപയോഗിച്ച് ഇങ്ങനെ ഓരോ ആംഗിളിന്റെ ഭാഗത്തും 2 പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെയുള്ള സർക്കുലർ സെക്ടർ എന്ന ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ഇവിടെ ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആക്ച്വലി നമ്മൾ സർക്കുലർ സെക്ടർ ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ടൂൾ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ആദ്യം സെന്റർ പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു, അഥവാ വെർട്ടെക്സ് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ലെഫ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും വെർട്ടെക്സ് ക്ലിക്ക് ചെയ്യുന്നു, ബി ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ആന്റി ക്ലോക്ക് വൈസ് ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു, ആന്റി ക്ലോക്ക് വൈസ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിന് കളർ കൊടുക്കാം. ഞാൻ ഇവിടെ ഒന്നാമത്തെ ആംഗിൾ സെലക്ട് ചെയ്ത് അവിടെ കളർ കൊടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ റെഡ് കൊടുക്കുന്നു, അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കൂട്ടുന്നു. ദെൻ ഓരോ ആംഗിളും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കളർ ഞാൻ സെപ്പറേറ്റ് കൊടുക്കാൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശരി. ഇത് നമുക്ക് ഈ ഓരോ ആംഗിളും ഒരു സെമി സർക്കിളിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ 3ന്റെ സം 180 എന്ന് മനസ്സിലാവും. അതിനുവേണ്ടി സെമി സർക്കിൾ ഉണ്ടാക്കാൻ ഞാനൊരു ലൈൻ സെഗ്മെന്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നു. ശരി, എന്നിട്ടൊരു സെമി സർക്കിൾ ടൂൾ ഉപയോഗിച്ചിട്ട് ഞാനത് അവിടെ സെമി സർക്കിൾ ഉണ്ടാക്കാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഓരോ ആംഗിളുകളും ഇങ്ങോട്ട് നീക്കി വെക്കും. അങ്ങനെ നീക്കി വെക്കാൻ നമ്മൾ വെക്ടറിന്റെ സഹായമാണ് തേടുന്നത്. വെക്ടർ ഉണ്ടാക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു സെമി സർക്കിൾ സെൻറ്റർ പോയിന്റ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ മിഡ് പോയിന്റ് കൂടെ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നോക്കൂ, നമുക്ക് ആദ്യം ഈ ഒരു ആംഗിൾ അങ്ങോട്ട് നീക്കി വെക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ എല്ലിൻ്റെയും സിൻ്റെയും ഇടയിൽ മറ്റൊരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് ഞാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ഡയലേറ്റ് ഫ്രം പോയിന്റ് എന്ന ടൂള്. അതിന് നമുക്ക് എന്ത് ആവശ്യമുണ്ട്, ആ ടൂൾ ഉപയോഗിക്കാൻ നമുക്കൊരു സ്ലൈഡറിൻ്റെ ആവശ്യം ഉണ്ട്. ജസ്റ്റ് സൈഡ് ടൂൾ സെലക്ട് ചെയ്യുന്നു, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഈ സ്ലൈഡറിൻ്റെ പേര് ഞാൻ ഇവിടെ ഒരു പി എന്ന് കൊടുക്കുന്നു. മിനിമം 0 കൊടുക്കണം, മാക്സിമം 1 മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഡയലേറ്റ് ഫ്രം പോയിന്റ് ടൂൾ എടുക്കുക, എന്നിട്ട് ആദ്യം എൽ ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് സി. ഇത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഫാക്ടർ ചോദിക്കുന്നുണ്ട്, ഈ സൈഡിന്റെ വാല്യൂ കൊടുക്കുക, ഓക്കെ ക്ലിക്ക് ചെയ്യും. ഇത് നമുക്ക് ഈ സൈഡ് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. നമുക്ക് സൈഡ് ഉപയോഗിക്കുമ്പോൾ മൂവ് ടൂൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഉള്ളത് ഈ ഒരു ടൂളിലാണ്. പെട്ടെന്ന് മൂവ് ടൂൾ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് എസ്കേപ്പ് കീ വെക്കിയാൽ മതി. നോക്കൂ, ഞാൻ എസ്കേപ്പ് കീ പ്രസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ടൂൾ ഇങ്ങോട്ട് ജസ്റ്റ് ഇങ്ങോട്ട് പ്രസ് മാറും, നോക്കിയോളൂ. ഇപ്പം എൻ്റെ ആരോ, ഈ ഒരു ആരോ മൗസ് ഇവിടെയാണ്. എസ്കേപ്പ് കീ നിൽക്കുന്നു, ഉണ്ടോ, ഇവിടെ ജസ്റ്റ് മൂവ് നോക്കാം. എല്ലിൻ്റെ ഉള്ളിൽ നിന്നും എൽ ഡാഷ് എന്ന പോയിന്റ് സിയിലേക്ക് പോകുന്നത് കാണാം. ഇനി ഈ 2 പോയിന്റ് ജോയിൻ ചെയ്യുക വെക്ടർ ഉപയോഗിച്ചിട്ട്. വെക്ടർ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് വസ്തുക്കളെ അങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ വെക്ടറിന്റെ സഹായത്തോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആംഗിൾ അങ്ങോട്ട് മാറ്റാം. അത് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രാൻസ്ലേറ്റ് ബൈ വെക്ടർ എന്ന ടൂൾ. ജസ്റ്റ് അത് സെലക്ട് ചെയ്ത ശേഷം ഒബ്ജക്റ്റിന് മേലെ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഈ വെക്ടറിന് മേലെ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടായി കഴിഞ്ഞു. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്ത് വെക്കാം. അത് കുറച്ച് വലിയൊരു ആംഗിളിൻ്റെ സെമിസറിൽ പുറത്തായി കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചെറുതാക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. കണ്ടോ, ഈ ഒരു ടൂൾ ഉപയോഗിച്ച് മെല്ലെ ഈ ഒരു പോയിന്റ് നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ച്, ഈ സെക്ടർ ഉണ്ടാക്കാൻ ഉപയോഗിച്ച്, 2ൽ ആദ്യത്തെ പോയിന്റ് ഉപയോഗിച്ച് ജസ്റ്റ് താഴേക്കാൻ ചെറുതാക്കി. ഓക്കെ, ഇതേ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 ആംഗിളെയും മാറ്റാം. അപ്പോൾ ഈ ആംഗിൾ മാറ്റാൻ മറ്റൊരു സ്ലൈഡറിൻ്റെ ആവശ്യമുണ്ട്, ഇതിനെ മാറ്റാൻ മറ്റൊരു സ്ലൈഡറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ 2 സ്ലൈഡർ കൂടി നമ്മൾ കാണാം. 2 സ്ലൈഡർ വേണം. ആദ്യം സ്ലൈഡർ ഉണ്ടാക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു, പി എന്ന് പേര് കൊടുത്ത് സ്ലൈഡർ ഉണ്ടാക്കിയതിന് ശേഷം ക്യൂ എന്ന് പേര് കൊടുക്കുന്നു, 0 കൊടുക്കുന്നു, മിനിമം മാക്സിമം 1 കൊടുക്കുന്നു, ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട്
ആദ്യത്തെ ഈ സ്ലൈഡ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾ സെന്ററിൽ മാറ്റി വെക്കാം. വേറെ കണക്ഷൻ വേണ്ട, കുറച്ചും കൂടി വിട്ടു നിന്നോട്ടെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡയലേറ്റ് ഫ്രം എന്നിട്ട് കൊടുക്കുന്നു, ഡയലേറ്റ് ഫ്രം പോയിന്റ് കൊടുക്കുന്നു. എന്നിട്ട് ഈ എല്ല് ക്ലിക്ക് ചെയ്യുന്നു. ഈ നമ്മൾ ഈ ഒരു ആംഗിൾ മാറ്റാൻ പോകണം. അപ്പോൾ എ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫാക്ടർ ചോദിക്കുന്നുണ്ട്, നമ്മൾ ക്യൂ എന്ന് കൊടുക്കുന്നു, ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി മൂവ് ചെയ്ത് നോക്കാം ഉണ്ടോ. അപ്പോൾ അവിടെ L-1 എന്നൊരു പോയിന്റ് നേരെ എയിലേക്ക് പോകുന്നുണ്ട്. ആ 2 പോയിന്റ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു വെക്ടർ ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാം. വെക്ടർ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ മാറ്റി വെക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ലേറ്റ് ബൈ വെക്ടർ എന്ന് കൊടുക്കാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം, ഈ വെക്ടറിനായി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കോപ്പി വന്നു കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് മൂവ് ചെയ്യുന്നു. കറക്റ്റാണ്, ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കറക്റ്റാണ്. ഇപ്പോൾ നോക്കൂ, 2 ആംഗിൾ കറക്റ്റായി. ഇനി നമുക്ക് പച്ച ഈ ഗ്രീൻ ആംഗിൾ കൂടെ മാറ്റണം. തൽക്കാലം ഈ സ്ലൈഡൊക്കെ നമ്മൾ മാറ്റി വെക്കാം. ശരി, ഇതേ മെത്തേഡ് ഉപയോഗിക്കാം. ഒരു പുതിയ സ്ലൈഡ് ഉണ്ടാക്കാം. നമുക്കതിൽ PQR എന്ന് പേര് കൊടുക്കാം. മിനിമം 0, മാക്സിമം 1. ഓക്കെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡയലേറ്റ് ഫ്രം പോയിന്റ് എന്ന ഈ ഒരു ഒബ്ജക്റ്റ് ടൂൾ എടുത്തതിന് ശേഷം ഈ എല്ലിലും പിന്നെ ഈ ഒരു വെർട്ടെക്സിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫാക്ടർ 6 എന്ന് കൊടുക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഈ നോക്കി നോക്കൂ, ഈ സ്ലൈഡ് നീക്കി നോക്കൂ. അതോ നേരെ പുതിയ പോയിന്റ് ബിയിലേക്ക് പോകും. ആ 2 പോയിന്റും വെക്ടർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. എന്നിട്ട് ട്രാൻസ്ലേറ്റ് ടൂൾ എടുത്തിട്ട് ഇത് മാറ്റി വെക്കാം. ഈ ഗ്രീൻ ക്ലിക്ക് ചെയ്യുക, ആംഗിളിൽ വെക്ടർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒരു നീക്കി വെക്കാം. നോക്കൂ, ഇപ്പോൾ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനെയും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇത് താഴെയാണ് വെക്കുന്നത്, നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു 6 എന്ന ഈ സ്ലൈഡ് മൂവ് ചെയ്ത് ഇവിടെ എത്തിയതിനു ശേഷം റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ സ്ലൈഡ് കൂടി നമ്മൾ ഉണ്ടാക്കണം. അത് നമുക്ക് ആംഗിൾ സ്ലൈഡറാണ് വേണ്ടത്, ആംഗിൾ. അപ്പോൾ ഇവിടെ അല്ല ക്ലിക്ക് ചെയ്യരുത്, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ആൽഫ എന്നാണ് പേര്. 0 to 180 മതി, കാരണം നമുക്ക് ജസ്റ്റ് നേരെ തല കുത്തനെ വെക്കാൻ 180 ഡിഗ്രിയിൽ തിരിഞ്ഞാൽ മതി. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ ഒരു കമാൻഡ് ഇവിടെ കൊടുക്കാനുണ്ട്. കമാൻഡ് ഇങ്ങനെയാണ്, റൊട്ടേറ്റ്. എന്നിട്ട് നമുക്ക് ഇവിടെ റൊട്ടേറ്റ് വരുമ്പോൾ 3, 1, 2, 3, 4 ഓപ്ഷൻ ഇവിടെ 5 ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ ഈ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കാം. ഇവിടെ നമുക്ക് ആദ്യ ഒബ്ജക്റ്റ് വരണം. നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒബ്ജക്റ്റ് ഇതാണ്. ഇതിൻ്റെ പേര് നോക്കാം. ഇതിൻ്റെ പേര് കൊണ്ടുവച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ പേര് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ E' എന്ന് വെച്ചിട്ട് E'. അപ്പോൾ ഇതാണ് അതിൻ്റെ പേര് ഇവിടെ കാണുന്നുണ്ട്. E'. അപ്പോൾ നമ്മളിവിടെ E' എന്ന് ടൈപ്പ് ചെയ്യണം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ബാക്ക് സ്പേസ് അടിച്ചത് പൊക്കിയതിന് ശേഷം നമ്മൾ E' ടൈപ്പ് ചെയ്യുക. E അടിക്കുന്നു. എന്നിട്ട് നമ്മുടെ കീബോർഡിൽ എൻ്റർ തൊട്ടടുത്തുള്ള കീ പ്രസ് ചെയ്യുന്നു. E'. ഇനി ആംഗിൾ ചോദിക്കുന്നുണ്ട്. ആംഗിളിൻ്റെ പേര് ആൽഫ എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആൽഫ പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ ഓൾട്ട് കീ പ്രസ് ചെയ്ത് വിളിച്ചതിന് ശേഷം A എന്ന ലെറ്റർ പ്രസ് ചെയ്യുക. ആൽഫ. ഇനി ചോദിക്കുന്നുണ്ട് ഏത് പോയിന്റ് വെച്ചിട്ടാണ് ഇതിനെ തിരിക്കേണ്ടത്. കണ്ടോ, ഈ പോയിന്റ് എല്ല് വെച്ചാണ് നമ്മൾ ഇതിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്യാപിറ്റലിൽ ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്യുമ്പോൾ നോക്കൂ, ഇപ്പോൾ ഇവിടെ ഈ ഒരു സെക്ടർ റൊട്ടേറ്റ് ചെയ്ത് പുതിയ സെക്ടർ വന്നിട്ടുള്ള പേര് E'. എന്നാണ്. നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ആൽഫ റൊട്ടേറ്റ് ചെയ്യാം. കേട്ടോ, കറക്റ്റ് റൊട്ടേറ്റ് ആവുന്നുണ്ട്. ആൽഫ കുറച്ച് നീക്കി വെക്കാം. ഓക്കെ, കുറച്ച് വലിപ്പം കുറവുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിൻ്റെ വലിപ്പം കുറച്ച് കൂട്ടി കൊടുക്കാം. ഓക്കെ, സൈഡൊക്കെ ഒന്ന് നീക്കി വെക്കാം. ഇനി ഓരോന്നും നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ആംഗിൾ മൂവ് ചെയ്യുന്ന സമയത്ത്, റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് മൂവ് വയ്ക്കുമ്പോൾ റൊട്ടേഷൻ. പക്ഷെ നമുക്ക് എന്ത് വേണ്ട, നമുക്ക് ഇതിന് റൊട്ടേഷൻ ഈ ഒരു സെക്ടർ വരുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സെക്ടർ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു സൈഡിൻ്റെ വാല്യൂ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ടിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെ നോക്കൂ, ഇവിടെ നമുക്ക് ഈ ഒരു സൈഡ് നമുക്ക് എപ്പോൾ കണ്ടാൽ മതി, ആൽഫയിൽ നിൽക്കുന്ന 0 നിൽക്കുന്ന ഈ സൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് വന്നാൽ മതി, ഈ ഒരു സൈഡ് വന്നാൽ മതി. അപ്പോൾ നമ്മൾ പറയുന്നു ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ പേരെന്താണ്, ഇതിൻ്റെ പേര് E'. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൻ്റെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അഡ്വാൻസ് എന്ന ടാബിൽ അവിടെ കാണിക്കുന്നു ആൽഫൻ്റെ വാല്യൂ എപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ഡിഗ്രി ആകുമ്പോൾ എന്ത് കണ്ടാൽ മതി, നമുക്ക് ആ റൊട്ടേറ്റ് ചെയ്യേണ്ട സെക്ടർ കണ്ടാൽ മതി. എൻ്റർ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ നോക്കൂ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സെക്ടർ കാണുന്നത്, ആൽഫൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആകുന്നതുകൊണ്ടാണ്. ജസ്റ്റ് ഞാൻ ഇങ്ങനെ പോയി നോക്കൂ, ലാസ്റ്റ് 0 എത്തിക്കുന്നു. അങ്ങനെ എത്തിക്കുന്ന സമയത്ത് നോക്കണ്ടോ, ഇപ്പോൾ ഇതിവിടെ കാണുന്നുണ്ട്. ജസ്റ്റ് ഞാൻ 0 എത്തിക്കുന്നു, ആൽഫൻ്റെ വാല്യൂ അത് പോയി. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇവിടെ നിന്ന് എത്തിച്ചതിന് ശേഷം ഈ ഒരു സൈഡ് നിൽക്കുമ്പോൾ അതിങ്ങനെ വരും ഉണ്ടല്ലോ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണ്ട, ഈ ഒരു സെക്ടർ വരുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ അർത്ഥം ഈ ആൽഫൻ്റെ വാല്യൂ 0 ആകുന്ന സമയത്ത് വരെ നമുക്ക് എന്ത് കണ്ടാൽ മതി, ഇത് കണ്ടാൽ മതി.
സീറോയിൽ മാത്രം കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇത് നമ്മൾ പറയും അഡ്വാൻസ് ടാബിൽ ആൽഫൻ്റെ വാല്യൂ ഈക്വൽ ടു 2 ഈക്വൽ ഇടണം. 0 ഡിഗ്രി ആകുമ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് എന്ത് കണ്ടാൽ മതി, ഈ ഒരു ഇവിടെ മൂവ് ചെയ്ത ആ സെക്ടർ കണ്ടാൽ മതി. നമുക്ക് ജസ്റ്റ് അങ്ങ് നീക്കി വെക്കുകയാണേ. ഇപ്പോൾ ഇതാരാണ്, നമുക്ക് ഇതിൻ്റെ പേര് ഇ ഡാഷ് എന്നാണ്. എന്നാൽ ഈ ആൽഫിൻ്റെ വാല്യൂ ജസ്റ്റ് വലുതാക്കുമ്പോൾ നോക്കൂ, ഇതെന്താ, ഈ ഡബിൾ ഡാഷ്. അപ്പോൾ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാം. എപ്പോഴാണ് ഇവിടുന്ന് വന്ന ഇതിൻ്റെ ഒരു കോപ്പിയാണ് ഇത്. ഇതെപ്പോഴാണ് കാണുക, ആൽഫിൻ്റെ വാല്യൂ 0 ആകും. ഇത് ജസ്റ്റ് 0 മാറി അരികൾ വലുതാകുമ്പോൾ അത് മറിഞ്ഞിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച രണ്ടാമത്തെ സെക്ടർ ഈ ഡബിൾ ഡാഷ് വരും. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഒന്ന് ആക്കി വെക്കാം. ജസ്റ്റ് പി എന്ന സൈഡ് ഉപയോഗിക്കുന്നു. കാണിക്കുക അതിൻ്റെ ഈ ഒരു വെക്ടറൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ രസകരമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് നമുക്ക് വേണമെങ്കിൽ ബട്ടണൊക്കെ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ നോക്കാം. ഞാനിവിടെ ആദ്യം ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ ടൂൾ സെലക്ട് ചെയ്തു, ക്ലിക്ക് ചെയ്തു, റീസെറ്റ് എന്ന് കൊടുക്കുന്നു, റീസെറ്റ്. എന്നിട്ട് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് എന്താ ഞാൻ കാണിച്ചു തരാം. നോക്കൂ, സെറ്റ് വാല്യൂ പി ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം ഈ ഒരു റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്റെ വാല്യൂ ഇവിടുന്ന് 1 പോയിട്ട് 0 പോയി നിൽക്കണം. സെറ്റ് വാല്യൂ ക്യൂവിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യാൻ 0 സെറ്റ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യൂവിൻ്റെ വാല്യൂ 0 ആവും. അതുപോലെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആറിൻ്റെ വാല്യൂ 0 ആവും. അതുപോലെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആൽഫിൻ്റെ വാല്യൂ 0 ഡിഗ്രി ആവും. 0 ഡിഗ്രി അവിടെ കാണിക്കാൻ പറ്റും. ഓക്കെ ക്ലിക്ക് ചെയ്തു. നോക്കൂ, ഇനി ഞാൻ ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നോക്കൂ, ആൽഫൻ്റെയും ക്യൂവിൻ്റെയും പിൻ്റെയും വാല്യൂ ആൽഫിൻ്റെ വാല്യൊക്കെ ഇവിടെയാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ, എല്ലാം പഴയപടി തിരിച്ചിങ്ങോട്ട് വരും. കണ്ടോ, ഇപ്പോൾ കാര്യമായി. നമുക്ക് അതിനെ കുട്ടിയെ കാണിച്ചു കൊടുക്കാം. ജസ്റ്റ് എനിക്ക് കാണിച്ചു. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ബട്ടൺ ഉപയോഗിച്ച് പ്ലേ ചെയ്യിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. പുതിയ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നു, പ്ലേ എന്ന് കൊടുക്കുന്നു. പ്ലേ അല്ലെങ്കിൽ സ്റ്റാർട്ട് എന്ന് കൊടുത്താൽ സ്റ്റാർട്ട്. എന്നിട്ട് ഇവിടെ ഞാൻ ഇതേ നോക്കൂ, ഇനി ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നു. നമുക്ക് ഇതിന് മീനിങ് എന്താ നോക്കാം. ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പി എന്ന ഈ ഒരു സ്ലൈഡ് എന്ത് ചെയ്യണം, അനിമേഷൻ ട്രൂ ആണ്. മീൻസ് അത് അനിമേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. രണ്ടാമത്തെ എന്താണ്, സ്റ്റാർട്ട് അനിമേഷൻ എന്നാണ് കൊടുത്തത്. പക്ഷെ ഇവിടെ ഈഫ് കണ്ടീഷൻ വെച്ചിട്ട് എന്തായാലും അർത്ഥം, പിന്റെ വാല്യൂ ഈ സൈഡ് വാല്യൂ 0 1 എത്തുന്ന സമയത്ത് ക്യൂ എന്ത് ചെയ്താൽ മതി, അനിമേഷൻ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. പിന്നെ മൂന്നാമത്തെ അർത്ഥം എന്താ, 6 എന്ന സൈഡ് എപ്പോഴാണ് നമുക്ക് അനിമേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, മൂവ് ചെയ്യേണ്ടത്, അത് ഇവിടെ ക്യൂവിൻ്റെ വാല്യൂ 0 1 എത്തുമ്പോൾ മാത്രം ഇത് സ്റ്റാർട്ട് ചെയ്താൽ മതി. പിന്നെ എപ്പോഴാണ് ആൽഫ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, 6ന്റെ വാല്യൂ 0 1 എത്തിക്കഴിഞ്ഞാൽ ആൽഫ. ഇതാണ് ഇതിൻ്റെ മീനിങ്. നന്നായി നോക്കിയാൽ ഇങ്ങനെ മനസ്സിലാവും. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, റീസെറ്റ് ബട്ടൺ ആദ്യം ക്ലിക്ക് ചെയ്ത് പഴയപടിയാക്കുന്നു. ജസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുന്നു. നോക്കൂ, ആദ്യം പി എന്ന ഈ ഒരു സ്ലൈഡാണ് മൂവ് ചെയ്യുന്നത്. അത് മൂവ് ചെയ്ത് ഇവിടെ എത്തുന്നു. ഇത് സ്പീഡൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ കൂട്ടാം. നമുക്ക് ഇവിടെ എന്തുകൊണ്ടാണ് റിവേഴ്സ് പോകുന്നത്, നമുക്കിതിൻ്റെ സ്ലൈഡിൻ്റെ സെറ്റിങ്സ് ഒന്ന് മാറ്റാനുണ്ട്. അതിന് മേലെ ക്ലിക്ക് ചെയ്യുക, റെഡി ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. എന്നിട്ട് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തണം. നോക്കൂ, സ്ലൈഡറിൻ്റെ റിപ്പീറ്റേഷൻ എന്ന ഭാഗം നോക്കൂ. റിപ്പീറ്റേഷൻ ഇവിടെ ഓസിലേഷൻ എന്നാണ് കിട്ടുന്നത്. സ്ലൈഡിൻ്റെ സെറ്റിങ്സിൽ ഓസിലേഷൻ അത് മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്രീസിങ് മനസ്സിലാക്കാം. അപ്പോൾ ഒറ്റ പ്രാവശ്യം പോയി ഇവിടെ നിൽക്കും. ഇനി ക്യൂ ക്ലിക്ക് ചെയ്യുക, അവിടെയും ഇൻക്രീസിങ് മനസ്സിലാക്കാം. ക്ലിക്ക് ചെയ്യാം, അവിടെ ഇൻക്രീസിങ് മനസ്സിലാക്കാം. പിന്നെ ഈ ഒരു ആൽഫ ക്ലിക്ക് ചെയ്യാം, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്രീസിങ്. അതുകൊണ്ട് ആണത് 1 ടൈം ഞാൻ തോന്നുന്നു ചെയ്യുന്നു. അത് എന്നിട്ട് നമ്മൾ ചെയ്യുന്നു. അത് ശരിയല്ല. ശരി, നമുക്ക് സ്പീഡ് വേണമെങ്കിൽ കൂട്ടാം. നമുക്ക് ഇവിടെ പി സെറ്റ് ചെയ്തതിനു ശേഷം സ്പീഡ് 1 ആണ്, നമുക്ക് 5 ആക്കാം. എന്ത് ചെയ്യാം, എന്ത് ക്ലോസ് ചെയ്യാതെ ക്യൂ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ സെറ്റിംഗ്സിൻ്റെ വരും, അവിടെ നമുക്ക് 5 കൊടുക്കാം. എന്ത് ചെയ്യാം, 6 ക്ലിക്ക് ചെയ്യാം, അവിടെ സ്പീഡ് 5 ആക്കാം. എന്ത് ചെയ്യാം, പിന്നെ ആൽഫൻ്റെ സൈഡ് ക്ലിക്ക് ചെയ്യാം, അവിടെയും 5 ആക്കാം. അങ്ങനെ ഫുള്ള് കാണിക്കാൻ സാധിക്കും. ക്ലോസ് ചെയ്യും. ഇനി നമ്മൾ റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അവിടെ പോയി നിന്നു. വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴും സംഭവിക്കുന്നതാണ് നമ്മൾ കൊടുത്ത കോഡ്. പിന്റെ വാല്യൂ 1 ആയപ്പോൾ നമുക്ക് ക്യൂ ക്ലിക്ക് ചെയ്യും, ക്യൂ വർക്ക് ചെയ്യും. ക്യൂവിൻ്റെ വാല്യൂ 1 എന്ത് ചെയ്യും, അടുത്ത ക്ലിക്ക് ചെയ്ത് 6 വർക്ക് ചെയ്യും. നമുക്ക് 6 വർക്ക് ചെയ്യും. ഇനി 6 വാല്യൂ 1 ആകുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇത് വർക്ക് ചെയ്യും, ആൽഫ. ഓക്കെ, ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക. നന്നായി നോക്കി മനസ്സിലാക്കുക.